ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ. ഉത്രാടപ്പാച്ചിൽ, ഉത്രാടത്തിരക്ക്, ഉത്രാട ജോലി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ആറാം ഓണത്തിൻ്റെ അന്ന് ഉത്രാടത്തിൻ്റെ വീഡിയോ ഇടുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണെന്നാണ് തോന്നുന്നത്. സോറി, എല്ലാവരും ക്ഷമിക്കുക. സാരമില്ല, ഉത്രാടമൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ജോലി ചെയ്തെന്നൊക്കെ കാണിക്കണ്ടേ. ശരി, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ വരുന്ന അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേരെ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഈ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഈ ജോലിയൊന്നും തീർക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഓരോ ദിവസം കൊണ്ടാണ് ഓരോ റൂമ്, ഹാള്, കിച്ചണ്, ബെഡ്റൂം അങ്ങനെ നമ്മൾ ക്രമീകരിച്ചാണ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സാരമില്ല, ഇന്ന് ഉത്രാടം ഇന്നല്ല അന്ന് ഉത്രാടത്തിൻ്റെ അന്ന് ശനിയാഴ്ച വീട്ടിൽ നിന്ന് അമ്മ, അച്ഛൻ, ചേച്ചി, മക്കളെല്ലാവരും വരുന്നുണ്ട്. ഓണം അവർ വരുമ്പോൾ വൈകുന്നേരമാവും. ഞാൻ ഈ കിച്ചൺ അവസാനത്തെ ദിവസം വെച്ചേക്കുന്നത്. ബാക്കിയെല്ലാം കഴിഞ്ഞ് കിച്ചണല്ലേ നമ്മൾ കൈകാര്യം ചെയ്ത്. ഈ രാത്രിയിലാണ് ഈ കിച്ചണിൽ അടുപ്പ് കഴുകിയിട്ട് കൗണ്ടർ ടോപ്പെല്ലാം ഒന്നുകൂടെ ഒന്ന് കഴുകും. ഇത് പകരം നമ്മൾ രാവിലെ കൊച്ചുങ്ങളൊന്ന് സ്കൂളിൽ പോയ ഉടനെ നമ്മൾ എന്നാ ഇന്ന് സ്കൂളില്ലായിരുന്നു കേട്ടോ. കൊച്ചുങ്ങൾക്ക് കാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ ഉച്ചയ്ക്കലത്തേക്കും ചേർത്തങ്ങ് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഉടനെ അങ്ങ് വർക്കിനകത്ത് ഇറങ്ങി. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോകണമായിരുന്നു. അടുപ്പ് രാത്രി ഒന്നുകൂടെ കഴുകും കേട്ടോ. അതുകൊണ്ട് ചുമ്മാ അടുപ്പിനെ മാത്രം സിമ്പിളായിട്ട് മെയിനായിട്ട് കഴിയുന്ന ഈ കൗണ്ടർ ടോപ്പിൽ എൻ്റെ അടിവശത്തെ എണ്ണ പിശുക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ ജനലുണ്ട്, 3 ജനൽപ്പാളി. ആ ജനൽപ്പാളിയിൽ എണ്ണമയം എണ്ണച്ചിക്ക് പോയി നിന്നിട്ട് അതിൻ്റെ പുറത്തങ്ങ് പൊടിയടിച്ച് ഒരുമാതിരി എന്തോ പറയുന്നത് അങ്ങ് ഭയങ്കര എണ്ണയായിട്ട് തൊടുമ്പോൾ ചുരുണ്ട് വരുമല്ലോ, അത് കണക്കിരുന്നത്. അങ്ങനെ ആദ്യം ഫസ്റ്റ് ഞാൻ ഒരു ചിലന്തി വല അടിക്കുന്നത് വെച്ചൊന്ന് അടിച്ചു വിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചൂല് വെച്ചൊന്ന് അടിച്ച്, പിന്നെ അപ്പോഴത്തേക്ക് വൃത്തിയായി. പിന്നെ എനിക്ക് മേല് കയറാൻ വയ്യ. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്ത് ഒരു തുണി നനച്ച് സോപ്പ് വെള്ളത്തിൽ തൊട്ട് നനച്ച് പിഴിഞ്ഞ് കമ്പിനകത്ത് ചുറ്റി അതങ്ങ് തുടച്ചെടുത്ത് അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു. കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ഉത്രാടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് വയ്യാത്ത ഞാൻ ഇത്രയൊക്കെ ഇതൊക്കെ മതി. നമുക്കിതിൻ്റെയൊക്കെ ആവശ്യമേ ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. പിന്നെ അടുപ്പിച്ചങ്ങ് ജോലി ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ ഓണമൊക്കെ അങ്ങ് ആഘോഷിക്കുക. ഇപ്പം വീട്ടിൽ നിന്ന് അവരാരും വരുന്നില്ല, അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനങ്ങ് വലിച്ചു വാരിയിട്ട് ജോലി ചെയ്യത്തില്ലായിരുന്നു. ചിലന്തി വലയൊക്കെ അടിച്ച് സൂപ്പറാക്കിയിട്ട് ഒന്ന് വീട് തൂത്ത് ഉത്രാടത്തിൻ്റെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിടും. പുതപ്പൊക്കെ തലേന്ന് കഴുകിയിടും. അങ്ങ് മെതിയടി എന്ന് വെച്ചാൽ മാറ്റ്, അതൊക്കെ കഴുകിയിട്ട് അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. അതിനകത്ത് ഒതുക്കും. പിന്നെ ഇവർ വരുമ്പോൾ നമ്മൾ ATS ചെയ്യുമല്ലോ. അങ്ങനെ ഇതെല്ലാം ചെയ്തു. കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചന്തയിൽ പോയി, മാർക്കറ്റിൽ പോയി പച്ചക്കറി ഉത്രാടത്തിൻ്റെ അന്നാണ് വാങ്ങിക്കുന്നത്. കാര്യം പൂരാടത്തിൻ്റെ അന്നൊക്കെ കയറ്റുമതി കേരളത്തിലോട്ട് കയറ്റി അയക്കുന്നുണ്ട്. ഭയങ്കര വിലയായിരുന്നു. ഉത്രാടം കുഴപ്പമില്ല. അങ്ങനെ ഒരുവിധം ക്ഷീണിച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് അപ്പാടാന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. സ്ലാബും അത് ഇത് എല്ലാം എടുത്ത് അന്നേരം ഇത് ഒന്നും ഒരു ദിവസത്തെ പരിപാടിയല്ല. അപ്പോൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ച് തളർന്ന് പാവം ഞാനങ്ങ് ക്ഷീണിച്ച് നിൽക്കുക. അപ്പം കണ്ടോ, കൊളാന്നായിട്ടുണ്ട് എൻ്റെ അടുക്കള. അല്ല പളാന്ന്. സ്റ്റാൻഡിനകത്ത് കൈ വീണു. അപ്പോൾ നിങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ, ഉത്രാട കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്നൊരു വീഡിയോ ഒക്കെ എല്ലാവരുമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കൈക്കല തുണി അവിടെ നിന്ന് തന്നെ നാണം കെടുത്തി കളഞ്ഞ് കേട്ടോ. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നാളെ തിരുവോണം. നാളെ അല്ല, കഴിഞ്ഞ ആഴ്ച എൻ്റെ തിരുവോണമാണ്. എല്ലാവർക്കും ഉത്രാടത്തിന് ആശംസകൾ. കുഞ്ഞൻ വീഡിയോ ഇവിടെ നിർത്തുന്നു. കാണാൻ തിരുവോണത്തിൻ്റെ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഉത്രാടപ്പാച്ചിൽ തിരുവോണ ആശംസകൾ നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ.